ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 7 കോടി രൂപ ചെലവിട്ട് നടപ്പാക്കുന്ന ചാലിയം മാതൃക മത്സ്യഗ്രാമം പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 9 വിവിധ പദ്ധതികൾ നടപ്പാക്കും. കോഴിക്കോട് അത്തോളി കൂമുള്ളിയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയം. അപ്പോളോ ഗ്രൂപ്പ് തട്ടിപ്പിനിരയായവർ നീതി ആവശ്യപ്പെട്ട് സമരമുഖത്തേക്ക്. വയനാട്ടിലൊരു കൈത്താങ്ങ് പദ്ധതിയുമായി ഫറൂഖ് ഏരിയയിലെ ബസ് ഉടമകളും തൊഴിലാളികളും. മനുഷ്യായുസ് നിയന്ത്രിക്കുന്ന മരുന്നാണ് യോഗയെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. 7 കോടി രൂപ ചെലവിട്ട് നടപ്പാക്കുന്ന ചാലിയം മാതൃക മത്സ്യഗ്രാമം പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 9 വിവിധ പദ്ധതികൾ നടപ്പാക്കും. പദ്ധതിക്ക് 7 കോടിയുടെ ഭരണാനുമതി ലഭിച്ചതായി ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. 47 ലക്ഷം വകയിരുത്തിയ ചാലിയം ഫിഷ് ലാൻഡിംഗ് കേന്ദ്രത്തോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളുടെ വികസനമാണ് ആദ്യ പദ്ധതി. കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ കപ്പലങ്ങാടിയിൽ 250.93 ലക്ഷം രൂപ ചെലവിൽ ഫിഷറീസ് ട്രെയിനിംഗ് കം റീഹാബിലിറ്റേഷൻ കേന്ദ്രം രണ്ടാമത്തെ പദ്ധതിയായി നടപ്പിലാക്കും. മത്സ്യത്തൊഴിലാളി വനിതകൾക്കായി ഫിഷ് വെൻഡിംഗ് പദ്ധതി, ഫിഷ് ലാൻഡിംഗ് കേന്ദ്രത്തിൻ്റെ അനുബന്ധ സ്ഥലത്ത് ബോട്ട് റിപ്പയർ കേന്ദ്രം, ഐസ് ബോക്സ് സൗകര്യമുള്ള 50 സ്കൂട്ടറുകൾ മത്സ്യത്തൊഴിലാളികൾക്കും വനിതാ മത്സ്യത്തൊഴിലാളികൾക്കും വിതരണം ചെയ്യുന്ന പദ്ധതി, മത്സ്യഗ്രാമത്തിലെ 100 പേർക്ക് ഐസ് ബോക്സ് വിതരണം, തീരശോഷണം തടയാൻ പദ്ധതി, കൃത്രിമ പാരി നിർമ്മാണം എന്നിവയാണ് മറ്റ് പദ്ധതികൾ. മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ അനുബന്ധ തൊഴിലാളികളുടെയും സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതി ഉൾപ്പെടുന്ന 7 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ചാലിയം ഫിഷിംഗ് വില്ലേജിലെ മോഡൽ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ അതിൽ നമുക്ക് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചാലിയം മത്സ്യഗ്രാമം തന്നെയാണ്. നോട്ടിഫൈഡ് മത്സ്യഗ്രാമത്തിലെ നമുക്ക് ഇത്തരം പദ്ധതി നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഈ പദ്ധതികൾക്ക് പുറമെ മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ചാലിയം, പുലിമുട്ട് എന്നിവിടങ്ങളിൽ പാർക്കിങ്ങിന് അധിക സ്ഥലം ഒരുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. ചാലിയം മാതൃകാ മത്സ്യഗ്രാമം പദ്ധതിക്കായി നോഡൽ ഓഫീസറെ നിയമിക്കുമെന്നും ചാലിയം ഹാർബറിൽ പുറത്തുനിന്നുള്ളവരുടെ അനധികൃത പെട്ടിക്കടകൾ ഉടൻ നീക്കം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പച്ചാട്ട്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ഡെപ്യൂട്ടി കളക്ടർ പി.എൻ. പുരുഷോത്തമൻ, ഫിഷറീസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബി.കെ. സുധീർ കിഷൻ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഇ. മനോജ്, DFO ആഷിഖ് അലി, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി. ജയദീപ് എന്നിവരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് അത്തോളി കൂമുള്ളിയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയം. ജനങ്ങളുടെ ആശങ്കയെ തുടർന്ന് ജില്ലാ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചു. തിങ്കളാഴ്ച രാത്രി 11:30ഓടെയാണ് അത്തോളി കൂമുള്ളി വായനശാല പൂത്തഞ്ചേരി റോഡിൽ തോട്ടത്തിൽ സേതുവിന്റെ വീടിന്റെ ഗേറ്റിന് സമീപത്തായി കടുവയെ കണ്ടെന്ന് മുൻവശത്തെ തീയക്കണ്ടി താഴെ വീട്ടിൽ സായി സൂരജ് അത്തോളി പോലീസിനെ അറിയിച്ചത്. സേതു അത്തോളി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ 2:30ഓടെ കക്കയം ഫോറസ്റ്റ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. 3:30 വരെ സംഘം പരിസരത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇതോടെയാണ് രാവിലെ 10 മണിയോടെ പെരുവണ്ണാമൂഴി കക്കയം ഫോറസ്റ്റ് സംഘം പരിശോധന വ്യാപകമാക്കിയത്. പ്രദേശവാസികളുടെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ക്യാമറ ട്രാപ്പ് അഥവാ സെൻസർ ക്യാമറ സ്ഥാപിച്ചതായി താമരശ്ശേരി RRT ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ഷാജീവും
മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ പരിശോധനയിൽ ഒരു സ്ഥലത്ത് തന്നെ കാൽപ്പാടുകളോ ഒന്നും തന്നെ ഒരു പഗ്മാർക്കും കണ്ടില്ല, ഒരു ജീവിൻ്റെ ഇതും കണ്ടിട്ടില്ല, പന്നീൻ്റെ മാത്രം കണ്ടു. മറ്റ് നമ്മൾ പറയുന്ന ഇതുപോലത്തുള്ള കടുവ പുലിയൊന്നും തന്നെ കണ്ടിട്ടില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ സംശയം ഉള്ളത് കൊണ്ട് തന്നെ ക്യാമറ വെച്ചിട്ടുണ്ട്. 2 ക്യാമറ ഈ പ്രദേശത്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ ട്രാപ്പ് തോട്ടത്തിലും പറമ്പിലും കരിങ്കാളിക്കോട്ട സമീപത്തുമായാണ് സ്ഥാപിച്ചത്. പ്രത്യേക തരം ലെൻസ് ഉപയോഗിച്ചുള്ള ക്യാമറയാണ് സെൻസർ ക്യാമറ. ചെറിയ അനക്കം പോലും ക്യാമറയിൽ പതിയും. സായ് സൂരജ് ക്യാമറയിൽ പകർത്തിയ ചിത്രത്തെക്കുറിച്ച് അവിശ്വസിക്കുന്നില്ല. ആധികാരികത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആർക്കും ആശങ്ക വേണ്ടെന്നും ആരും തന്നെ വ്യാജ പ്രചാരണം നടത്തരുതെന്നും ഭീതി പരത്തുന്ന ഫോട്ടോസ്, തെറ്റായ വിവരങ്ങൾ നൽകിയാൽ നിയമ നടപടി എടുക്കുമെന്നും പെരുവണ്ണാമൂഴി റേഞ്ച് ഡെപ്യൂട്ടി NK പ്രബീഷ് പറഞ്ഞു. ഡെപ്യൂട്ടി റേഞ്ചർമാരായ ഇ ബൈജുനാഥ്, CB ചിത്ത്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, വാച്ചർമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK റിജേഷ്, വാർഡ് മെമ്പർ ബൈജു കൂമുള്ളി തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. തെറ്റായ സന്ദേശം പ്രചരിക്കരുതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാജൻ പറഞ്ഞു. കാടുപിടിച്ച സ്ഥലങ്ങൾക്ക് സമീപം താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, അത്തോളി. അപ്പോളോ ഗ്രൂപ്പ് തട്ടിപ്പിനിരയായവർ നീതി ആവശ്യപ്പെട്ട് സമരമുഖത്തേക്ക്. ലാഭവിഹിതവും നിക്ഷേപവും തരാതെ നിക്ഷേപകരെ വഞ്ചിച്ച കമ്പനിക്കെതിരെ നിരാഹാര സമരം ഉൾപ്പെടെ നടത്തുമെന്ന് വടകര വില്യാപ്പള്ളി അപ്പോളോ സമരസമിതി അറിയിച്ചു. ഇതിന്റെ ചെയർമാനും മറ്റുള്ളവരൊക്കെ ഉൾപ്പെടെ അവർ മുങ്ങുക ചെയ്ത് ഇവിടുന്ന് അവര് സുഖമായിട്ട് ബാറയിലും ദുബൈയിലൊക്കെ പോയി താമസിക്കുകയാണ്. ഒന്നിനും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഒക്കെ ചെയ്യാന്നുള്ള മോഹന വാഗ്ദാനം മാത്രമാണ്. അപ്പൊ ഇതൊക്കെ ജനശ്രദ്ധയിൽ പെട്ടിട്ട് ഞങ്ങൾക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടന്നു കിട്ടണം. നമ്മളെ ഡിപ്പോസിറ്റിന്റെ എന്തൊക്കെ ഒരു ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗം ഉണ്ടാക്കിയെടുക്കണം. പലരും പാവപ്പെട്ട കുടുംബത്തിനുള്ളവരാ, പല പാവപ്പെട്ടവരാ. ഒന്നാമത് പലിശ വേണ്ട എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിന് പെട്ടുപോയത് ഞങ്ങളത്. ഞാൻ തന്നെ ഒരു രോഗിയാണ്, അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് പോലും പൈസ കിട്ടാത്ത ഒരവസ്ഥയിലാണ് എൻ്റെ അവസ്ഥയുള്ളത്. അപ്പോളോ ഗോൾഡ്, അപ്പോളോ ബിൽഡേഴ്സ് ഉൾപ്പെടെ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളുടെ ശൃംഖല കോഴിക്കോട് വടകര കേന്ദ്രീകരിച്ച് നിരവധി വ്യക്തികളിൽ നിന്നും കോടികൾ നിക്ഷേപം സ്വീകരിക്കുകയും തട്ടിപ്പിന് ഇരയാക്കുകയും ചെയ്തതായി തട്ടിപ്പിന് ഇരയായവർ പറഞ്ഞു. 2020 മാർച്ച് മുതൽ ലാഭവിഹിതമോ നിക്ഷേപമോ നൽകാതെ നിക്ഷേപകരെ വഞ്ചിക്കുകയാണ് കമ്പനി അധികൃതർ ചെയ്തതെന്നും അവർ വിശദീകരിച്ചു. മീറ്റിംഗ് നടത്തുകയും നിക്ഷേപം തിരിച്ചു നൽകുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തെങ്കിലും നിക്ഷേപകരെ വഞ്ചിക്കുകയായിരുന്നു. വ്യക്തികളിൽ നിന്നും സ്വീകരിച്ച ഡെപ്പോസിറ്റ് അപ്പോളോ ഡിമോറ ഹോട്ടലുകൾ ഉൾപ്പെടെ മറ്റ് സ്ഥാപനങ്ങളിലേക്കും വിദേശത്തേക്കും മാറ്റിയതായി സംശയിക്കുന്നുണ്ടെന്നും സെപ്റ്റംബർ 1 കോഴിക്കോട് അപ്പോളോ ഡിമോറയിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പരിഹാരമായില്ലെങ്കിൽ സെപ്റ്റംബർ 5 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരവുമായി മുന്നോട്ടു പോകുമെന്നും വടകര അപ്പോളോ സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അബ്ദുൾ റസാഖ്, മുസ്തഫ അയഞ്ചേരി, റഷീദ് മാഹി, സഫീർ OP, സൽമാസി, മൊയ്തു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാടിനൊരു കൈത്താങ്ങ് പദ്ധതിയുമായി ഫറോക്ക് ഏരിയയിലെ ബസ് ഉടമകളും തൊഴിലാളികളും 150ഓളം ബസ്സുകൾ ഓഗസ്റ്റ് 22-ന് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാനായി വേതനവും കളക്ഷൻ തുകയും നൽകും. ഈ വയനാട്ടിൽ അടുത്തുണ്ടായ ഉരുൾപൊട്ടലായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് വീട് നശിക്കുകയും മറ്റൊരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഉടമകൾ ഈ വരുന്ന ആഗസ്റ്റ് 22-ാം തീയതി കേരളത്തിലെ മുഴുവൻ ബസ്സുകളും അവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ഒരു 25 വീട് ഉണ്ടാക്കി കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാ ബസ്സുകളും അന്നത്തെ ദിവസം തൊഴിലാളികളടക്കം സഹകരിച്ചുകൊണ്ട് ബസ് ഓടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലുടനീളം എല്ലാ ബസ്സുകളും ഓടുന്നു. ഫറോക്ക് ഭാഗത്തെ 150ഓളം ബസ്സുകൾ ആ ആവശ്യത്തിലേക്ക് വേണ്ടി ഈ 22-ാം തീയതി മുഴുവനായും സർവീസ് നടത്തുകയാണ്. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാൻ ബസ്സുടമകൾ നടത്തുന്ന വയനാടിന് ഒരു കൈത്താങ്ങ് പദ്ധതി ഫണ്ട് സമാഹരണത്തിന് ഫറോക്ക് ഏരിയയിലെ 150 ബസ്സുകൾ ഓഗസ്റ്റ് 22-ന് സർവീസ് നടത്തും. അന്നത്തെ മുഴുവൻ കളക്ഷൻ തുകയും ഉടമയുടെയും തൊഴിലാളികളുടെയും വേതനവും
ദുരിതബാധിതർക്ക് നൽകുമെന്ന് ഏരിയ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PK അബ്ദുള്ളക്കോയയും സെക്രട്ടറി KM നാരായണൻകുട്ടി പണിക്കരും പറഞ്ഞു. രാവിലെ 10-ന് ബസ് സ്റ്റാൻഡിൽ പോലീസ് ഇൻസ്പെക്ടർ TS രഞ്ജിത്ത് ഫ്ലാഗ് ഓഫ് ചെയ്യും. കഴിഞ്ഞ പ്രളയകാലത്തും ബസ് ഉടമകൾ 3.5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയിട്ടുണ്ട്. ബസ് ഉടമകളുടെ സംസ്ഥാന അസോസിയേഷന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 25 വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മനുഷ്യായുസ് നിയന്ത്രിക്കുന്ന മരുന്നാണ് യോഗയെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൗത്തും ആർവിയോൺസ് ഇന്റർനാഷണലും സംയുക്തമായി സംഘടിപ്പിച്ച യോഗ പഠനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 60 വയസ്സ് മുതലുള്ള പുരുഷന്മാർക്കും വനിതകൾക്കും 41 ദിവസത്തെ സൗജന്യ യോഗ പഠനം പദ്ധതിയാണ് യോഗ അറ്റ് 60. 74 വയസ്സുള്ള യോഗ അധ്യാപിക C ഭാഗ്യം പവർ യോഗ പ്രകടനം നടത്തിയാണ് ക്ലാസ് തുടങ്ങിയത്. റോട്ടറി ക്ലബ്ബ് കാലിക്കറ്റ് സൗത്തും ആർവിയോൺസ് ഇന്റർനാഷണലും സംയുക്തമായി ആരംഭിച്ച പദ്ധതി BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യായുസ് നിയന്ത്രിക്കുന്ന മരുന്നാണ് യോഗയെന്ന് VK സജീവൻ പറഞ്ഞു. മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ്. ആ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ മുക്തനാക്കി മനുഷ്യനെ എത്രത്തോളം ആയുസ്സുണ്ടോ ആ ആയുസ് വരെ ആരോഗ്യവാനായിട്ട് നിലനിർത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം യോഗയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അരടുത്തുപാലം ആർവിയോൺസിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് സൗത്ത് പ്രസിഡന്റ് PCK രാജൻ അധ്യക്ഷനായി. ചെയർമാൻ രഞ്ജിത്ത് ആർവിയോൺസ്, CEO നിഷ രഞ്ജിത്ത്, റോട്ടറി സൗത്ത് സെക്രട്ടറി ഡോക്ടർ ശ്രീജിൻ, ട്രഷറർ വിപിൻ രാജ്, പ്രമോദ് പ്രഭാകർ, PTS ഉണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ലാസ് 17-ന് ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൂന്നാമത് കേരള വെറ്ററൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഓഗസ്റ്റ് 23 മുതൽ 25 വരെ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് 2 ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും നൽകും. ഷട്ടിൽ ബാഡ്മിന്റൺ സ്പോർട്സ് സംഘടനയുടെ നേതൃത്വത്തിൽ നമ്മുടെ കോഴിക്കോട് വെച്ച് ഒരു 3 ദിവസത്തെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. ഷട്ടിൽ ബാഡ്മിന്റൺ വെറ്ററൻസ് പ്ലേയേഴ്സിന്റെ മുതിർന്ന ആളുകളുടെ 40 വയസ്സിന് മുകളിലെ ആളുകൾ. അപ്പം അത് 3 ദിവസമായി ഇവിടെ നടക്കുന്നു. സംസ്ഥാനതല ടൂർണമെന്റാണ്. ഞങ്ങൾ ബാഡ്മിന്റൺ വെറ്ററൻസ് പ്ലേയേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള, ഇതാണ് നമ്മുടെ സംഘടനയുടെ പേര്. ബാഡ്മിന്റൺ വെറ്ററൻ പ്ലേയേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിക്കുന്ന 3ാമത് സംസ്ഥാന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ 40 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ള കളിക്കാരെ 8 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നായി 300-ൽ പരം കളിക്കാർ മത്സരങ്ങളിൽ പങ്കെടുക്കും. മെൻ സിംഗിൾസ് ഡബിൾസ്, വുമൺ സിംഗിൾസ് ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ഉദ്ഘാടനം സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി ഓഗസ്റ്റ് 23-ന് നിർവഹിക്കും. ചടങ്ങിൽ സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് O രാജഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകരായ മണ്ണാറക്കൽ വാസുദേവൻ, K ബിജി, PC കിഷോർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്വാളിഫൈഡ് പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കൾച്ചറൽ ഈവനിംഗ് സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സംസ്ഥാനത്തെ സ്വകാര്യ ഡോക്ടർമാരുടെ കൂട്ടായ്മയാണ് ക്വാളിഫൈഡ് പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ QPMPA. സംഘടനയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് കൾച്ചറൽ ഈവനിംഗ് സംഘടിപ്പിച്ചത്.
മൺമറഞ്ഞവരെ സ്മരിച്ചും പ്രതിഭകളെ ആദരിച്ചും നടത്തിയ കൾച്ചറൽ ഈവനിങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാൻവിയുടെ നൃത്തവിരുന്നോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ഹോട്ടൽ ട്രൈപ്പൻഡയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സഭാപതി, ഡോക്ടർ CM അബൂബക്കർ, ഡോക്ടർ മധു, ഡോക്ടർ സിറിയക്, ഡോക്ടർ TP.V. സുരേന്ദ്രൻ, ഡോക്ടർ ജനാർദ്ദനൻ, ഡോക്ടർ പോൾ നോബിൾ, ഡോക്ടർ അബ്ദുൾ വഹാബ്, ഡോക്ടർ സഗീർ എന്നിവരെ ആദരിച്ചു. ബെസ്റ്റ് ബ്രാഞ്ച് അവാർഡ് ഡോക്ടർ ഷേളി ഏറ്റുവാങ്ങി. പ്രത്യേക പുരസ്കാരം ഡോക്ടർ മോഹൻ സുന്ദരത്തിന് സമ്മാനിച്ചു. 90 വയസ്സുകാരൻ ഡോക്ടർ AK സഭാപതി അവതരിപ്പിച്ച കുചേലവൃത്തം ശ്രദ്ധേയമായി. QPMPA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അനീസ് അലി, ഡോക്ടർ അജിത് ഭാസ്കർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വയനാടിന്റെ കണ്ണീരൊപ്പാൻ വ്യത്യസ്തമായ ധനസമാഹരണവുമായി മുസ്ലിം യൂത്ത് ലീഗ്. കുറിക്കല്യാണം നടത്തിയാണ് കൈവേലിക്കടവ് പ്രദേശത്തുള്ളവർ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പണം സമാഹരിച്ചത്. വയനാട് പുനരധിവാസ ഫണ്ട് ധനശേഖരണാർത്ഥം മുസ്ലിം യൂത്ത് ലീഗ് കൈവേലിക്കടവ് നടത്തിയ കുറിക്കല്യാണം PD അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. സലീം അസരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. റിസാം ബാവി, സെയ്ദ്, അബ്ദുറഹിമാൻ AK, നാസി MK, മൻസൂർ AK, ജുനൈദ് AK തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും അപ്പം ഓടിക്കൂടാനും അതിൻ്റെ സംരക്ഷണങ്ങൾ ഏറ്റെടുക്കാനും ഒരു പറ്റം യുവാക്കൾ ഇവിടെ സന്നിധരാണ്. ഇവിടുത്തെ ആളുകൾ വയനാട്ടിൻ്റെ ദുരിതം അറിഞ്ഞ സമയത്ത് തന്നെ ഇവിടുന്ന് ചൂരൽമലയിലും അവിടെ രക്ഷാപ്രവർത്തനം ഇവിടുത്തെ വൈറ്റ് ഗാർഡിൻ്റെ നേതൃത്വം നൽകുന്ന ആളുകൾ, വിഷാംഭാവിയെ പോലെ ആളുകൾ ഇവിടുന്ന് അവിടെ എത്തുകയും അവിടുത്തെ ദുരന്തങ്ങൾ മനസ്സിലാക്കുകയും അതിനെ മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റിൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു. ന്യൂസ് ബ്യൂറോ, നരിക്കുനി. ആകാശവാണിയുടെ പഴയകാലം വീണ്ടെടുക്കുകയെന്ന ഉദ്ദേശത്തോടെ ആകാശവാണി കലാകാരന്മാരുടെയും ശ്രോതാക്കളുടെയും സംഗമം കോഴിക്കോട്ട് ചേർന്നു. R. കനകാപരൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി ലിസണേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗുദാം ആർട്ട് കഫേയിൽ ആകാശവാണി ആർട്ടിസ്റ്റുമാരുടെയും നാടൻപാട്ട് ഗസൽ കലാകാരന്മാരുടെയും സംഗമം സംഘടിപ്പിച്ചു. മുൻ സീനിയർ അനൗൺസർ R. കനകാംബരൻ പാട്ടുപാടി ഉദ്ഘാടനം നിർവഹിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M. ഫിറോസ് ഖാൻ റേഡിയോ സന്ദേശം അവതരിപ്പിച്ചു. നഗരത്തിലെ പഴയകാല റേഡിയോ ഡീലർമാരെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി നടത്തിയ റേഡിയോകളുടെ പ്രദർശനം ശ്രദ്ധേയമായി. ആകാശവാണി കലാകാരന്മാർ ചടങ്ങിൽ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ സിൽക്ക് കോട്ടൺ ഉത്സവ് ഓണം സ്പെഷ്യൽ എക്സിബിഷൻ സെയിലിന് CSA ഹാളിൽ തുടക്കമായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൈത്തറി ഉൽപ്പന്നങ്ങളാണ് മേളയുടെ പ്രധാന ആകർഷണം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയലുകൾ, ടോപ്പുകൾ, കുർത്തികൾ, കാർപ്പറ്റുകൾ, ഖാദി ഷർട്ടുകൾ, സ്യൂട്ട് പീസുകൾ എന്നിവ മേളയിലുണ്ട്.
ജയ്പൂർ ജ്വല്ലറികളുടെയും ഡ്രസ്സുകളുടെയും കിഡ്സ് ഡ്രസ്സുകളുടെയും ഹാൻഡ്മെയ്ഡ് മാറ്റുകളുടെയും ശേഖരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. സാരികളിൽ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രിയപ്പെട്ട പോച്ചാമ്പള്ളിയും വെസ്റ്റ് ബംഗാൾ കാന്ത വർക്കുകളും വിവിധ വിലകളിൽ ലഭ്യമാണ്. ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ, രാജസ്ഥാൻ ചപ്പലുകൾ, കൊൽക്കത്ത ബാഗുകൾ, ഭഗൽപൂർ ഡ്രസ് മെറ്റീരിയലുകൾ, ഫുൾക്കാരി ദുപ്പട്ടകൾ എന്നിവയും ആകർഷകമായ ഡിസൈനുകളിൽ മേളയിൽ ലഭിക്കും. He is coming all over Indian cotton and silk utsav. He is come all over artisans. He is come from direct viewers. He is come direct here sell. Please come and visit here. He is coming so many varieties: jewelries, bed sheets, kurtis, ladies kurtis, tops, saris, churidar material, and khadi shirts, cotton shirts, Rajasthan chappals, sofa cover, cushion covers, handmade carpets. So many variety. He is bring. I am come here. Please come and visit. Welcome. മേള ഏറെ ആകർഷകമെന്നാണ് കസ്റ്റമേഴ്സിന്റെ വിലയിരുത്തൽ. പ്രദർശനവും വിൽപ്പനയും ഓണം വരെ തുടരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഡെന്റൽ എക്സ്പോ 2024 ഓഗസ്റ്റ് 24-25 തീയതികളിൽ സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ സംഘടിപ്പിക്കും. ഡെന്റൽ പ്രൊഫഷണൽ രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. എക്സ്പോയിൽ ദന്ത ഡോക്ടർമാർ, ഡെന്റൽ ഡീലർമാർ, ഡെന്റൽ ലാബുകൾ, ഡെന്റൽ കോളേജുകൾ, ഡെന്റൽ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ 5000-ഓളം ഡെന്റൽ പ്രൊഫഷണലുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകരായ കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷൈജൽ, സെക്രട്ടറി ബജീൽ നജിദുള്ള, ട്രഷറർ ഡോക്ടർ ഹിറ്റൻ പി ആഷർ എന്നിവർ പറഞ്ഞു. നടുവണ്ണൂർ വോളിബോൾ അക്കാദമിയിലെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം പുറത്തേക്കൊഴുകുകയും പരിസരത്തെ കിണറുകൾ മലിനമാവുകയും ചെയ്ത സാഹചര്യത്തിൽ വിളിച്ചു ചേർത്ത പ്രത്യേക ഭരണസമിതി യോഗം UDF മെമ്പർമാരുടെ ഇറങ്ങിപ്പോക്കിൽ കലാശിച്ചു. അക്കാദമി പരിസരത്തെ കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷന് ശേഷവും ഈക്കോളി സാന്നിധ്യമുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണമെന്ന് മാലിന്യ ചോർച്ചയ്ക്ക് കാരണം. 1 മാസം പിന്നിട്ടിട്ടും ഒരു നടപടിയും പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടില്ല. ഇതുവരെ എടുത്ത നടപടികൾ എന്തെന്ന് വിശദീകരിക്കാനോ തുടർ നടപടികൾ വ്യക്തമാക്കാനോ പ്രസിഡന്റിനും സെക്രട്ടറിക്കും കഴിയാത്ത സാഹചര്യത്തിൽ മെമ്പർമാർ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. സജീവൻ മക്കാട്ട്, ടി നിസാർ, സദാനന്ദൻ പാറയ്ക്കൽ, സൗദ KK, സജ്ന അക്സർ, ധന്യ സതീശൻ എന്നിവരാണ് ഇറങ്ങിപ്പോയത്. പ്രകടനത്തിന് K രാജീവൻ, അഷ്റഫ് പുതിയപുറം, AP ഷാജി, MK ജലീൽ, സത്യനാഥൻ മേലേടത്ത്, സബീർ നെടുങ്കണ്ടി, സുഹാജ് നടുവണ്ണൂർ, സത്യൻ കുളിപ്പൊയ്കയിൽ, CK പ്രദീപൻ മാഷ്, നുസ്രത്ത് ബഷീർ, MK ബാബു, കൃഷ്ണദാസ്, പീതാംബരൻ, KM ബഷീർ, ഹരികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 7 കോടി രൂപ ചെലവിട്ട് നടപ്പാക്കുന്ന ചാലിയം മാതൃക മത്സ്യഗ്രാമം പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 9 വിവിധ പദ്ധതികൾ നടപ്പാക്കും. കോഴിക്കോട് അത്തോളി കൂമുള്ളിയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയം. അപ്പോളോ ഗ്രൂപ്പ് തട്ടിപ്പിനിരയായവർ നീതി ആവശ്യപ്പെട്ട് സമരമുഖത്തേക്ക്. വയനാട്ടിലൊരു കൈത്താങ്ങ് പദ്ധതിയുമായി ഫറൂഖ് ഏരിയയിലെ ബസ് ഉടമകളും തൊഴിലാളികളും. മനുഷ്യായുസ് നിയന്ത്രിക്കുന്ന മരുന്നാണ് യോഗയെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.